ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തലേ ദിവസമാണ് കേട്ടോ. അന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് കഴിഞ്ഞിരുന്നു വർക്കൊക്കെ. അപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പം കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ജസ്റ്റ് ഞാനിങ്ങനെ ഷൂട്ട് ചെയ്ത് തുടങ്ങിയതാണ്. അപ്പോൾ ഇന്നത്തെ ഡേയിൽ നമുക്ക് വീടൊക്കെ എപ്പോഴും വൃത്തിയായിട്ടിരിക്കാൻ പറ്റുന്ന രീതിയിലേയും അതുപോലെ നമ്മുടെ പണികളൊക്കെ എളുപ്പമാക്കാനുള്ള കുറച്ച് കാര്യങ്ങളും എല്ലാം ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ന്യൂ ഇയർ ആയപ്പോൾ ഞാൻ വീട്ടിൻ്റെ കാര്യത്തിലെടുത്തൊരു തീരുമാനം എന്ന് വെച്ചാൽ എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാതെ ഒരു ദിവസം കുക്കിങ്ങും ഒരു ദിവസം ക്ലീനിങ്ങിനും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പം ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് മാറാലൊക്കെ ഒന്ന് തട്ടിയ ഒരുപാടുണ്ടായിരുന്നില്ല. അപ്പം എൻ്റെ കയ്യിൽ ഒരു അധികം അലമ്പാക്കാതെ മാറാല തട്ടാൻ പറ്റുന്നൊരു കോലുണ്ടായിരുന്നു. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് ചുമരൊക്കെ ജസ്റ്റ് ഒന്ന് തട്ടി പിന്നെ ബെഡൊക്കെ ഒന്ന് നന്നാക്കി പിന്നെ അടുക്കി പറക്കാനുള്ളതൊക്കെ ഒന്ന് എടുത്ത് വെച്ചു. പിന്നെ ഞാൻ മുന്നേ വീട്ടിലൊക്കെ പോയി വന്ന സമയത്ത് കുറേ എൻ്റെ ബാഗും ഡ്രസ്സും അതൊക്കെ എടുത്തു വെക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതെല്ലാം എടുത്ത് വെക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. അതുപോലെ ഡ്രസ്സിങ് ടേബിളൊക്കെ ജസ്റ്റ് ഒന്ന് ഒതുക്കി സ്ഥിരമായിട്ട് നമ്മുടെ എല്ലാ സാധനങ്ങളും അതിൻ്റെ സ്ഥാനത്ത് എടുത്ത് വെക്കുക. അതുപോലെ നമ്മുടെ പൊടി ഉണ്ടാകുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുക്കുക. ആ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്കത് ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അലമാരയും ഞാൻ പറയാറുണ്ടല്ലോ, നമ്മൾ ഡെയിലി പിക്കപ്പ് ചെയ്യുമ്പോൾ ഒരു മിനിമം ഭയങ്കര അടിപൊളിയാക്കിയൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് മിനിമം വൃത്തിയാക്കുകയാണ്. ഓരോ തട്ടിലോട്ടും നമ്മൾ മടക്കി വെക്കുമ്പോൾ അതങ്ങ് വൃത്തിയാക്കി പോവാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ ഡെയിലി ചെയ്യുന്നതുകൊണ്ട് നമുക്കതൊരു വലിയ പണിയായിട്ട് തോന്നില്ല. അപ്പോൾ ഞാൻ 2 ദിവസം ഇവിടെ ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഇതെത്രയും അലമ്പായ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു, പെട്ടെന്ന് പരിപാടി കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് നല്ലോണം ഒന്ന് അടിച്ചു വാരി തുടച്ചൊക്കെ ഇടുകയാണ്. അപ്പോൾ നമ്മൾ ഒരു ദിവസം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ഡേ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്നും ചെയ്യണ്ട. ഇവിടെ നമ്മൾ മാത്രമായതുകൊണ്ട് തന്നെ ഡെയിലി ഇങ്ങനെ അടിച്ച് തുടയ്ക്കുക അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യം വരില്ല കേട്ടോ. അപ്പോൾ ചെയ്യുമ്പോൾ നല്ല വൃത്തിയാക്കിയിട്ട് ചെയ്യുക. ആൾട്ടർനേറ്റ് ഡേയ്സിലൊക്കെ ചെയ്താൽ തന്നെ നല്ല വൃത്തി ഉണ്ടാവും. അപ്പോൾ കുക്ക് ചെയ്യുമ്പോൾ ഡബിൾ ക്വാണ്ടിറ്റി ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് ഡേയിൽ നമുക്ക് ഈ ക്ലീനിങ് ഒരുപാടുള്ള ദിവസങ്ങളിലോട്ട് എന്തെങ്കിലും ലെഫ്റ്റ് ഓവർ ഫുഡും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്കെല്ലാം കൂടി എന്താവില്ല, വലിയൊരു ഭാരമായിട്ട് ഫീൽ ചെയ്യൂലല്ലോ. നമ്മൾ വീട്ടിൽ നമ്മൾ മാത്രമായതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡിൻ്റെ ക്വാണ്ടിറ്റിയും കുറവാണ്. പിന്നെ നമുക്ക് ഈ പണികളൊക്കെ എല്ലാം കൂടി നമുക്ക് 8 മണിക്കൂർ വർക്കും കൂടി ഉള്ളതുകൊണ്ട് എല്ലാം കൂടെ ഇതിനൊക്കെയും പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാം കൂടി ഒന്നും നമുക്കങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും പ്രാക്ടിക്കലായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ വീടും വൃത്തിയായിട്ടിരിക്കണം, എല്ലാവർക്കും വിശപ്പ് മാറി ഭക്ഷണവും കഴിക്കണം, വർക്കും നടക്കണം, എല്ലാം കൂടി നടക്കണമെങ്കിൽ ഇതേ ഉള്ളൊരു മാർഗ്ഗം. അപ്പോൾ ഒരു ദിവസം ഫുൾ ക്ലീനിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളൊരു ഡേ. അപ്പോൾ അന്ന് നമുക്ക് തലേന്നത്തെ ഫുഡ് ഉണ്ടാവും, ലെഫ്റ്റ് ഓവർ ഫുഡ് ഉണ്ടാവും കഴിക്കാൻ. നെക്സ്റ്റ് ഡേ നമ്മൾ എന്ത് ചെയ്യുക, ക്ലീനിങ്ങിലോട്ട് നോക്കാതെ നന്നായിട്ട് കുക്ക് ചെയ്യുക. ആ കുക്ക് ചെയ്യുമ്പോൾ അടുത്ത ദിവസത്തേക്കുള്ള ക്വാണ്ടിറ്റിയും കൂടി ഉണ്ടാക്കുക. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മളിപ്പോൾ മാറാലയൊക്കെ തട്ടി നല്ലോണം ഡീപ്പായിട്ട് ഞാൻ പറഞ്ഞല്ലോ 2 ഡേയ്സ് ഞാൻ ഇവിടെ ഉണ്ടായില്ല, അതുകൊണ്ടാണ് ഇത്രയും കച്ചറയും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ അടിക്കുമ്പോൾ നമ്മൾ കട്ടിലും അലമാരയും ഒക്കെ അടിഭാഗം എല്ലാം കൂടി കൂട്ടി നല്ല വൃത്തിയാക്കി അടിക്കും. ഇവിടെ പിന്നെ നല്ല പൊടി ഉണ്ടാവുകയും ചെയ്യും, ഓരോ പൊടിയും ഇങ്ങനെ എടുത്ത് കാണിക്കുകയും ചെയ്യും വൈറ്റ് ആയതുകൊണ്ട്. അപ്പോൾ അതൊക്കെ അടിച്ചു വാരി ക്ലീനാക്കി എടുക്കുകയാണ്. പിന്നെ ഇന്നിപ്പോൾ നമ്മൾ ബെഡ്ഷീറ്റൊന്നും ചേഞ്ച് ചെയ്യുന്നില്ല. ലോണ്ട്രി റുട്ടീൻ ഒരു സെപ്പറേറ്റ് റുട്ടീനായിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ അതൊരു സിസ്റ്റമായിട്ട് വരുന്നുണ്ട്. അതായത് നമ്മൾ നോർമൽ ഡ്രസ്സുകളൊക്കെ രാത്രിയാണ് നമ്മൾ വാഷ് ചെയ്യുക. അതിപ്പോൾ ഒരു ലോഡാവുന്ന സമയത്ത് ആരാണോ കാണുന്നത് അവരുടെ അടുത്ത് അങ്ങ് വാഷ് ചെയ്യുകയാണ് ചെയ്യാറ്. പിന്നെ ഞാൻ ഒരു ക്ലോത്ത് നനച്ചിട്ടും അത്യാവശ്യ സ്ഥലങ്ങൾ പൊടി ഉണ്ടെന്ന് തോന്നിയ സ്ഥലങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്തു. ഇതൊക്കെ എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും തുടയ്ക്കുന്നതായതുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള പൊടിയൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ആ ഏരിയയൊക്കെ ഒന്ന് തുടച്ചെടുത്തു. ഒരു സെമി ഡീപ്പ് ക്ലീനിങ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇത് വീട്ടിൽ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഇത്രയും പണി വന്നത്. പിന്നെ ഫ്ലോറും ഒക്കെ ഒന്ന് മോപ്പ് ചെയ്തൊക്കെ എടുത്തു. അപ്പോൾ അന്നത്തെ ഡേയിൽ ഇന്നിപ്പോൾ ഇത്രയും സമയം കിട്ടിയത് കൊണ്ടാണ് ഇത്. അല്ലെങ്കിൽ നമ്മൾ രാത്രിയാണ് ഇതൊക്കെ ചെയ്യുക. ഇത്രയും പണി ഉണ്ടാവില്ല കേട്ടോ. ഞാൻ എത്ര വട്ടം പറഞ്ഞു, ഇത്രയും പണി ഒരു റൂമിൽ ചെയ്യാൻ അത്ര ഉണ്ടാവില്ല. നമ്മളിവിടെ ഉണ്ടായിരുന്നില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ പണി വന്നത്. അങ്ങനെ നമ്മുടെ ക്ലീനിങ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ ഒരു ഭയങ്കര സമാധാനമാണ്. ജസ്റ്റ് കുറച്ച് നേരം ഫാനൊക്കെ ഇട്ട് വെച്ച് വിൻഡോസൊക്കെ തുറന്നിട്ട് വെച്ചാൽ അടിപൊളിയാണ്. പിന്നെ ഞാൻ പുറം ഭാഗമൊക്കെ തുടച്ചതിന് ശേഷമാണ് പിന്നെ പോയിട്ട് ആ ഒരു കട്ടിലിൻ്റെ അടിഭാഗം തുടക്കുക കേട്ടോ. അതവിടെ എന്തായാലും അലമ്പുണ്ടാവും. അപ്പോൾ ഇതേ നമ്മുടെ ഇവിടെ കൂട് കൂട്ടാനൊരു കിളി വന്നു. അപ്പോൾ അതേപോലെ കിളി വരാറുണ്ട്. കൂടിൻ്റെ പണിയൊക്കെ തീർന്നു, പക്ഷേ മുട്ടയിടുമോ ഇനി കാക്ക വന്ന് കൂട് നശിപ്പിക്കുമെന്നൊന്നും അറിയില്ല. സാധാരണ അങ്ങനെ ഉണ്ടാവാറ്. അപ്പോൾ ഇത്തവണ കിച്ചണിലാണ് കൂട് കൂട്ടുന്നത്. അപ്പോൾ ഈ റൂമിൻ്റെ പണി കഴിഞ്ഞ് നമുക്കത് അങ്ങോട്ട് അടച്ചിട്ടേക്കാം. നേരെ അടുത്ത റൂമിലോട്ട് പോവാം.
ഇവിടെ ഭയങ്കര കച്ചറയൊന്നുമില്ല, കുറച്ച് സ്ഥാനം തെറ്റിക്കിടക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്തു വെക്കാനാണ്. ഭയങ്കര മാറാലേ ഇല്ല, ജസ്റ്റ് ഒന്ന് ഈ സാധനം വെച്ചിട്ട്. ഇത് ഞാനന്ന് SM സ്ട്രീറ്റിൽ നിന്ന് വാങ്ങിയതാട്ടോ. എനിക്ക് തോന്നുന്നു എത്ര 150 അങ്ങനെ എന്തോ ആണ് അതിനായത്. അപ്പോൾ അത് നല്ല ലെങ്ത്തും കിട്ടും. ഇത് പൊടി മൊത്തം അതിലോട്ടങ്ങ് പറ്റിപ്പോരും, അധികം ഫ്ലോറിലോട്ട് അധികം അങ്ങനെ വീണടുന്ന് വൃത്തികേടാവില്ല. ഈസിയാണ്, കുറച്ച് എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട്. ഇതിന് മുന്നേ പലതരത്തിലും മാറാല തട്ടുന്ന ഉപയോഗിച്ചെങ്കിലും ഇതെനിക്ക് നല്ല ഈസി ആയിട്ടാണ് തോന്നിയത്. നമ്മൾ SM സ്ട്രീറ്റിലൊക്കെ പോകുമ്പോൾ അവിടെ ഇങ്ങനെ ആൾക്കാരെ കൊണ്ടുനടന്ന് വിൽക്കുന്നത് കാണലില്ല, അത് നല്ലതാണ് കേട്ടോ. പിന്നെ എന്താണ് തട്ടിക്കൊട്ടി അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കി ഇടുന്നു. ഇവിടെ നമ്മളധികം യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ അധികം അലമ്പൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. പിന്നെ ഫിസു അന്നേരം വീട്ടിലുണ്ടായിരുന്നൊരു ദിവസമാണ്, എനിക്കൊന്ന് വെക്കേഷനിലാണെന്ന്. അപ്പോൾ ഞാൻ അവൻ്റെ റൂമും അതുപോലെ ഈ ഹോളിലൊക്കെ ഉള്ള സാധനങ്ങളൊന്നും അടുക്കി പെറുക്കി വെക്കാൻ പറഞ്ഞിരുന്നു, ബുക്സ് കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ. അതൊക്കെ അവനിങ്ങനെ കുറച്ചൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. ഓരോ റൂം കഴിയുമ്പോൾ അവിടെ തുടച്ചിട്ട് ഡോറടച്ച് ഫാനും ഇട്ട് വെക്കുക കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഹോളിലെല്ലാം ഫിസു അടുക്കി പെറുക്കി വെച്ചുകൊണ്ട് അവിടെ എനിക്ക് വലിയ പണി ഉണ്ടായില്ല, അവിടെ നീറ്റായിട്ടിരിക്കുന്നുണ്ട്. അതുപോലെ ഫിസുവിൻ്റെ റൂമാണെങ്കിലും ഒക്കെ ഓക്കെ ആയി. ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് പോവാം. അപ്പോൾ നാളെ ഞാൻ പറഞ്ഞില്ലേ, നാളെ ഒരു കുക്കിംഗ് ഡേ ആണ്. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മസാല ജസ്റ്റ് ഒന്ന് പുരട്ടി വെക്കുന്നുണ്ട്. അതെനിക്ക് സമയം കിട്ടിയതുകൊണ്ട്, ഇന്നിപ്പോൾ ഹാഫ് ഡേ ആണല്ലോ, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അങ്ങ് ചെയ്ത് വെച്ചാണ്. നാളെ ഞാൻ ഒരു പണി കുറഞ്ഞിട്ടുമല്ലോ. പിന്നെ രാവിലത്തേക്ക് വേണ്ടിയിട്ട് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് രാത്രി കിടക്കാൻ നേരത്ത് രാവിലത്തേക്ക് വേണ്ടിയിട്ട് കുറച്ച് കടല സോക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലും ദോശയും കടലയോ അങ്ങനെ എന്തെങ്കിലും ആക്കാമെന്ന് വെച്ചിട്ട് കുറച്ച് കടല ഞാനങ്ങ് സോക്ക് ചെയ്ത് വെച്ചു. അപ്പം ഇന്നിന് നമുക്ക് വേറെ വലിയ പണികളൊന്നുമില്ല. ലെഫ്റ്റ് ഓവർ ഫുഡൊക്കെ ഉണ്ട്, ചൂടാക്കി കഴിക്കാനൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് സമയം പുറത്ത് റിലാക്സ് ചെയ്തിരിക്കാനൊക്കെ പോവാണ് കേട്ടോ. അപ്പോൾ വീടൊക്കെ വൃത്തിയായിട്ടിരിക്കുമ്പം തന്നെ നമുക്കൊരു സമാധാനമാണല്ലേ. നമ്മളിവിടെ പെയിൻ്റടി പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടോ, ഇനി കുറച്ചുകൂടി വൃത്തിയാക്കാനൊക്കെ ഉണ്ട്. മീൻസ് നമ്മളേതായ കാര്യങ്ങൾ അടുക്കി പെറുക്കാനും വൃത്തിയാക്കാനും അങ്ങനത്തെ പണികളൊക്കെ ഉള്ളൂ. അപ്പോൾ ബാക്കിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി നേരെ നെക്സ്റ്റ് ഡേയിലോട്ട് പോകാം അല്ലേ. അപ്പോൾ മോർണിംഗ് ഇങ്ങനെ എല്ലാം വീടൊക്കെ സെറ്റായിട്ടുള്ള ഡേ ആണെങ്കിൽ എനിക്ക് രാവിലെ എണീക്കാൻ നല്ല ഉഷാറാണ്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റു. അന്നേരം നമ്മൾ ആ ഒരു വൈറ്റ് സിമെൻ്റ് അടിച്ചതാണ് ആ ഒരു മതിലൊക്കെ, അതൊക്കെ നനയ്ക്കാൻ പറഞ്ഞിരുന്നു ഒരു തവണ. അതൊക്കെ നനച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ജസ്റ്റ് ആ മോർണിംഗ് ഒക്കെ ഒന്ന് കാണാമല്ലോ വിചാരിച്ചിട്ടൊന്ന് പുറത്തിറങ്ങിയതേനു. അപ്പം നമുക്ക് ഇന്നത്തെ പണികളൊക്കെ തുടങ്ങണം. ഇന്ന് സ്കൂളൊക്കെ തുറക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ സ്കൂൾ വെക്കേഷൻ കഴിഞ്ഞ് സ്കൂൾ തുറക്കുന്ന ഒരു ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് സമയമൊക്കെ അങ്ങനെ ഇരുന്നു. രാവിലെ നമ്മൾ നേരത്തെ എണീറ്റത് കൊണ്ട് കുറേ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ നനയ്ക്കുന്നേരം ഞാനിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് സമയമൊക്കെ അവിടെ ഇരുന്ന് ഇനി നമുക്ക് നമ്മുടെ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാം. അതുപോലെ ഫിസൂനൊന്ന് ജസ്റ്റ് അടുക്കളയിലോട്ട് പോകുന്ന സമയത്തൊന്ന് വിളിക്കും, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെയും പോയി വിളിക്കും. അങ്ങനെയാണ്. നമ്മുടെ കിച്ചണൊക്കെ നല്ല ക്ലീൻ ആയിട്ടിരിക്കുന്നുണ്ട്. എന്തായാലും കുക്കിംഗ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് കിച്ചണിൽ അധികം മെസ്സോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ കടല കണ്ടോ, നമ്മൾ സോക്ക് ചെയ്തത് ഡബിൾ ആയിട്ടുണ്ട് ക്വാണ്ടിറ്റി. അപ്പോൾ നമുക്കിത് കുക്കറിലിട്ട് അടിപൊളി കറിയാക്കി എടുക്കാം. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത്, ഇന്നലെ നമ്മൾ ഇടയ്ക്ക് രാത്രി പോയിട്ട് കുറച്ച് ഗ്രോസറിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനെ ഞാൻ വിട്ടുപോയതാണ് വീഡിയോ എടുക്കാൻ. നമ്മൾ ഈ ഒരു ഇതിൽ ഇൻക്ലൂഡഡ് അല്ലല്ലോ വിചാരിച്ചിട്ട് അത് എടുക്കാണ്ടിരുന്നതാണ്. അപ്പം ഞാൻ പതിവ് പോലെ തന്നെ കടലക്കറിയിലേക്ക് ക്യാരറ്റും പൊട്ടറ്റോയും പച്ചമുളക് പിന്നെ കുറച്ച് മസാലപ്പൊടികളെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് വേവിക്കാൻ വേണ്ടി വെക്കുകയാണ്. അപ്പോൾ കടല ആദ്യം അടുപ്പത്ത് വെച്ചിട്ട് ബാക്കി എന്ത് പണിക്കും പോകാൻ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചാൽ അത് കുറച്ച് സമയം എടുക്കുമല്ലോ കുക്കാവാൻ വേണ്ടി, ഒരു 20-25 മിനിറ്റ് എടുക്കുമല്ലോ. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്രയും മുളക് പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, ഏകദേശം കുഞ്ഞു സ്പൂണാണെങ്കിൽ 1.5 സ്പൂണാണ് മുളകും മല്ലിയൊക്കെ ഇട്ടത്. പിന്നെ ചിക്കൻ മസാല, അത് മസ്റ്റാണ്. പിന്നെ കുറച്ച് ഒരു നുള്ളു ഉലുവയും കൂടി ഇട്ടാൽ ഞാൻ ഇടാറുണ്ട്. നമ്മളൊരു ഇറച്ചിക്കറിയൊക്കെ വെക്കുമ്പോൾ ഇടില്ല, അതുപോലെ കുറച്ച് ഉലുവ ഇടലുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് കൈ കൊണ്ട് നല്ലോണം ഒന്ന് കുഴച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് അടുപ്പത്ത് വെക്കാം. ഇതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത് ഈ ഒരു സാധനങ്ങൾ ഇട്ടതും അതുപോലെ വറവുമാണ്. അപ്പോൾ അങ്ങനെ വെച്ചാൽ അടിപൊളിയായിട്ട് കിട്ടും കടലക്കറി. അത്യാവശ്യം തിക്നെസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇതിൽ പൊട്ടറ്റോ ഒക്കെ ഇടുന്നത്. അങ്ങനെ അത് ഞാൻ അടുപ്പത്ത് വെച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ദോശക്കുള്ള മാവ് റെഡിയാക്കാം. ഇൻസ്റ്റൻറ്റ് ദോശയാണ്, റവ വെച്ചിട്ടുള്ള.
അപ്പോൾ അളവും കാര്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പോൾ ജസ്റ്റ് കുറച്ച് റവ എടുക്കുന്നു. കണ്ടല്ലോ, അളവൊന്നും നോക്കിയല്ല എടുത്ത്, കുറച്ച് അങ്ങോട്ട് എടുത്തു. പിന്നെ അതിലേക്ക് ശരിക്കും 2 സ്പൂൺ ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ ചോറോ മൈദയോ എന്തായാലും മതി, അതൊരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 സ്പൂൺ മൈദയാണ് ഇപ്പോൾ ഞാനിട്ട് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ഒരു നുള്ള പഞ്ചസാര, അതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. അത് കുറച്ച് കേട്ടോ, നമ്മൾ ഈ വെള്ളപ്പത്തിനൊക്കെ അരയ്ക്കുമ്പോൾ കുറച്ച് പഞ്ചസാര ചേർക്കുമല്ലോ, അതുപോലെ ഒത്തിരി ഉപ്പ് ഇട്ട് കൊടുത്തു. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തു. മിക്സിയിൽ നിന്ന് തന്നെ ഒന്ന് നമ്മൾ സ്പൂൺ വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത് കടലക്കറിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇതുപോലത്തെ ഇൻസ്റ്റൻറ്റ് ദോശകളൊക്കെ നന്നായിട്ട് ചിലവാകും. അങ്ങനെ എന്തായാലും നമ്മളെ മാവ് റെഡിയായി. അത്യാവശ്യം തിക്കാണ്. അപ്പോൾ ഞാൻ കൺസിസ്റ്റൻസിയൊക്കെ നോക്കിയത് ഇതുപോലെയാണ് ഇരിക്കുന്നത്. നമുക്ക് വേഗം റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് റെഡിയായപ്പോൾ ഞാൻ കറി വെന്ത് കഴിഞ്ഞാൽ വറവിടാൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളി, കറിവേപ്പില, ചുവന്ന മുളകും മല്ലിച്ചപ്പും എടുത്തിട്ടിട്ടുണ്ട്. മല്ലിച്ചപ്പ് ലാസ്റ്റ് വിതറി കൊടുക്കാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോകണമല്ലോ, കടല വെന്ത് റെഡിയാണ്ട്. അപ്പോഴത്തേക്ക് ഫിസുവിൻ്റെ സ്നാക്ക് അങ്ങ് പാക്ക് ചെയ്ത് വെക്കാമെന്ന് വെച്ചു. അപ്പോൾ ഫ്രൂട്ട്സാണ് കൊടുക്കുന്നത്. ബനാനയും ഒരു ഓറഞ്ചുമാണ് കൊടുക്കുന്നത്. ദോശക്കുള്ള കല്ല് വെച്ചു. ഫസ്റ്റിൽ ദോശ ഒഴിച്ചെടുത്തു. അങ്ങനെ ഒരുമിച്ച് അങ്ങനെ ചെയ്യാം കേട്ടോ. പിന്നെ അവന് കൊണ്ടുപോകാനൊക്കെ നമ്മൾ ഇത് തന്നെയാണ് കൊടുക്കാറുള്ളത്, ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത് തന്നെ. നല്ല അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. കടലയും നമ്മൾ വെജീസൊക്കെ ഇട്ട് കുക്ക് ചെയ്തതല്ലേ, അപ്പോൾ നല്ലതാണ്. അപ്പോൾ നമ്മൾ ദോശ ഒഴിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാകുക. നമ്മൾ മറ്റേ ഉഴുന്നിൻ്റെ ദോശ പോലെ അങ്ങനെ പതപതായിട്ടൊന്നും വരില്ല, പക്ഷേ ഇങ്ങനെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ആ ദോശ പോലെ പുളിയൊന്നും ഉണ്ടാവില്ല, നല്ലതാണ്, അടിപൊളിയാണ്. ഇതെന്ത് ദോശയാണെന്നൊന്നും ആർക്കും മനസ്സിലാവുകയില്ല. അങ്ങനെ നമ്മളെ കടലക്കറി ഓൾമോസ്റ്റ് നമുക്ക് ഓഫാക്കാനായി. അപ്പം ഞാൻ ബാക്കി വന്ന സാധനങ്ങൾ മല്ലിച്ചപ്പ് എല്ലാം എടുത്തങ്ങ് വെക്കുകയാണ്. മല്ലിച്ചപ്പൊക്കെ ഞാൻ ചെറിയ കണ്ടെയ്നറിലാക്കി അങ്ങനെ വെച്ചതാട്ടോ. അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ കേടൊന്നും വരില്ല. ഇനിയിപ്പോൾ എന്താ പരിപാടി എന്ന് വെച്ചാൽ, മെയിൻ ടാസ്ക് കടലയും കൂടി വറവിട്ടാൽ എല്ലാവർക്കും ഫുഡ് കഴിക്കാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ ആ സമയമായപ്പോഴത്തേക്ക് ഫിസു കുളിക്കാനും പോയി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുപ്പ് ഓഫാക്കാതെ തന്നെ അടുത്ത് വെച്ച് കൊടുത്തു. അതിന് നമുക്കിത് വറവിട്ടെടുക്കാം. പിന്നെ പ്രഷർ റിലീസ് ആവാനുള്ള സമയമില്ല. അത്യാവശ്യം കുറച്ച് നല്ലോണം വിസിലടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രഷർ റിലീസ് ആവാണതിന് മുന്നേ തന്നെ ഞാൻ തന്നെ സ്പൂൺ വെച്ചിട്ട് ആ വിസിൽ പൊക്കി പ്രഷർ ഒഴിവാക്കാട്ടോ ചെയ്യുന്നത്. ദോശ പരിപാടി ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് 2 തവി വീതം ഒഴിച്ച് കുറച്ച് വലിയ ദോശകളൊക്കെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇന്നത്തെ കടലക്കറി നമുക്ക് 2 ദിവസത്തേക്കുള്ള കടലക്കറി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനത് അപ്പം തന്നെ ക്വാണ്ടിറ്റി, നാളേക്കുള്ള ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റി, നാളെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാനുള്ള കടലക്കറി ഇപ്പം തന്നെ എടുത്തങ്ങ് മാറ്റി വെക്കും. അപ്പോൾ നാളെ രാവിലെ നമുക്ക് പുട്ടങ്ങാനും ഉണ്ടാക്കാം. അപ്പോൾ പുട്ടും കടലക്കറിയും ആക്കാമല്ലോ. അപ്പോൾ കറി വെക്കുന്ന ഒരു പണി ഉണ്ടാവുകയില്ല. അപ്പോൾ ഈസി ആയിട്ട് നാളത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം അങ്ങോട്ട് കഴിയും. അതുപോലെ നമ്മളിന്ന് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ 2 ക്വാണ്ടിറ്റി ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് നാളേക്കുള്ളത് എടുത്ത് വെക്കുക. അങ്ങനെ കേട്ടോ ചെയ്യുക. ഇത് നമ്മൾ കറി വറവിട്ടു. വറവിലാണ് കറികളുടെയൊക്കെ ടേസ്റ്റ് ഇരിക്കുന്നത്. എന്നിട്ട് ഞാൻ അങ്ങനെ സെർവ് ചെയ്യാറൊന്നുമില്ല, പിന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിൽ മല്ലിയിലൊക്കെ ഇട്ട് കൊടുത്ത് അടിപൊളിയാണ് കേട്ടോ കടലക്കറി. അത് കണ്ടാൽ തന്നെ അറിയാമല്ലോ ടേസ്റ്റിയാണെന്നുള്ളത്. അപ്പോൾ പിന്നെ ഫുഡൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ ഇവർ പോകുന്നവർ 2 പേരും കഴിച്ചിട്ട് ഞാൻ പിന്നെ ആസ്വദിച്ച് അങ്ങനെ ഫോണൊക്കെ നോക്കി പതുക്കെ കഴിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ നല്ലതാണ്, ഞാൻ ഹോളിൽ കൊണ്ടുവച്ചിട്ടാണ് കഴിക്കുക. അവരൊക്കെ കഴിച്ച് നമ്മൾ ജസ്റ്റ് അവിടെ നിന്ന് ക്ലീൻ ആക്കിയിട്ടു. നമുക്ക് വലിയ ക്ലീനിങ് പരിപാടികളായിട്ട് നിൽക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് അപ്പോൾ അങ്ങ് ക്ലീൻ ചെയ്ത് പോവാണ്. തൽക്കാലം പാത്രമൊക്കെ കഴുകി അവിടെ തന്നെ അങ്ങോട്ട് കമത്തി വെച്ചിട്ടുണ്ട്. ഒരു മിനിമം ക്ലീൻ ആക്കിയിടുക കേട്ടോ, ഭയങ്കര വൃത്തിയാക്കുന്നില്ല. അപ്പോൾ ഇന്ന് പോയിട്ട് ഫിസ്കുട്ടൻ്റെ ബെഡൊന്ന് നന്നാക്കിയിടുക. നമ്മൾ തലേന്ന് എത്ര വൃത്തിയാക്കിയാലും ബെഡ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തിടണമല്ലോ രാവിലെ തന്നെ. അപ്പോൾ അത് അപ്പം തന്നെ ജസ്റ്റ് ഒന്ന് മടക്കി വെക്കുകയാണ്. ഇതും പറഞ്ഞതുപോലെ സെറ്റപ്പ് ആക്കുന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മടക്കിയിടുക. അല്ലാത്ത ദിവസം നമ്മൾ ക്ലീൻ ചെയ്യുന്ന ദിവസം നല്ല അടിപൊളിയാക്കിയൊക്കെ മടക്കി വെക്കും കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ എന്തായാലും ഈ ജോലിക്ക് കയറാനുള്ള സമയമായി. ഉച്ചയ്ക്ക് ഉണ്ടാക്കാം ബിരിയാണി എന്ന് വിചാരിച്ചു. അപ്പോൾ വീടൊക്കെ ഒന്ന് എല്ലാം നല്ല വെളിച്ചമൊക്കെ വരട്ടെ എന്ന് വിചാരിച്ച് എല്ലാം ഓപ്പൺ ആക്കിയൊക്കെ ഇട്ടു. ഇനി രാവിലെ മീറ്റിങ്ങും പരിപാടികളും എല്ലാ കാര്യങ്ങളുമാണ്. അപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം കേട്ടോ. അപ്പം ഞാൻ രാവിലെ ഒന്ന് നേരത്തെ തുടങ്ങാമെന്നൊക്കെ വിചാരിച്ച് വർക്ക് തുടങ്ങിയപ്പോഴത്തേക്കും കറണ്ട് പോയി.
കറണ്ട് പോയി പിന്നെ നമുക്ക് വൈഫൈ ഇല്ലല്ലോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമ്മൾ ഉച്ചക്കത്തെ ഒരു ബിരിയാണീൻ്റെ പ്രിപ്പറേഷനൊക്കെ ഇപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ സമയം ഒരു 9:30 ആ ഒരു സമയമൊക്കെ ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ വേഗം ബിരിയാണിക്കുള്ള ഉള്ളി അരിയലും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. വെളിച്ചില്ല കേട്ടോ കിച്ചണിലാണെങ്കിലും, കറണ്ടില്ലാത്തതുകൊണ്ട്. അപ്പം ഞാൻ വേഗം ബിരിയാണി അങ്ങോട്ട് സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ പിന്നെ ഉച്ചക്ക് നമുക്ക് ആ സമയത്ത് വെറുതെ എന്തെങ്കിലും ചെയ്യാമല്ലോ, കിച്ചണിലോട്ട് വരണ്ടല്ലോ. എനിക്ക് 1/4 മണിക്കൂർ മതി കേട്ടോ മാക്സിമം കുക്ക് ചെയ്യാൻ. 1/2 മണിക്കൂർ തന്നെ ധാരാളമാണ്. പിന്നെ കറണ്ടില്ലാത്ത ഇടയ്ക്ക് വരികയും പോവുകയും ചെയ്യുമായതുകൊണ്ട് തന്നെ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അങ്ങനെ നമ്മുടെ ബിരിയാണി അവിടെ റെഡിയായി. റൈസ് കുറച്ചുകൂടി ഉണ്ട് കേട്ടോ കുക്കറിൽ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് അത് മിക്സ് ചെയ്തിട്ട് 2 ദിവസത്തേക്കുള്ള ക്വാണ്ടിറ്റി ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ചിക്കൻ ഫ്രൈ ചെയ്ത് ബിരിയാണി വെച്ചതാണ്. പിന്നെ അത് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കാനുണ്ട്. പാത്രം കഴുകി വെച്ചിട്ടേ ഉള്ളൂ, എല്ലാം എടുത്തൊഴിച്ച് വൃത്തിയാക്കാനൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ബിരിയാണി കണ്ടോ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ കറണ്ടൊക്കെ വന്നു, ഞാൻ പോയിട്ട് വർക്കൊക്കെ ചെയ്യാൻ പോവാണ്. ബിരിയാണി ഒന്ന് ടേസ്റ്റ് വെക്കാമെന്ന് വിചാരിച്ചു. നമ്മളെ കിളിക്കൂട് കണ്ടോ, ഈ പണി ഇത് അത്രയായി. നമ്മളെ കാണുമ്പോൾ അവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. നേരിട്ട് ഈ ഭാഗത്ത് ഡോറിൻ്റെ അവിടെ പോയി നിൽക്കുമ്പോൾ അവരൊന്ന് തിരിച്ചു പോകും, കുറച്ച് കഴിഞ്ഞിട്ടേ വരും. നമ്മൾ സൈഡിൽ കൂടി നോക്കുകയാണെങ്കിൽ അവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഇത്തവണയെങ്കിലും അതൊന്ന് കൂട് കെട്ടി എന്താ പറയുക, അതൊന്ന് കംപ്ലീറ്റ് ആയാൽ മതിയായിരുന്നു. അങ്ങനെ നമ്മൾ ഇന്നത്തെ ഡേയിലെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. പറഞ്ഞതുപോലെ കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല. ഇന്ന് കുക്കിങ്ങും ഇന്നലെ ക്ലീനിങ്ങും, അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. എനിക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.